ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. സർ, പ്രതിപക്ഷം ഈ ഗവൺമെന്റിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന അടിസ്ഥാനരഹിതമായ എല്ലാ ആരോപണങ്ങളും നീതിന്യായ കോടതികൾ ഒന്നൊന്നായി തള്ളിക്കളയുകയും അവസാനം പരമോന്നത കോടതി വരെ അത്തരം ആരോപണങ്ങൾ ചവറ്റുകുട്ടയിലിട്ട് പിഴ ഈടാക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പും താക്കീതും നൽകുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് സാർ നാം കടന്നു പോകുന്നത്. ഇപ്പോൾ ഇവിടെ കാണുന്നത് ഒരു നോട്ടീസ് പോലും നൽകാതെ എല്ലാ ജനാധിപത്യ മര്യാദയും ലംഘിച്ചുകൊണ്ട് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ എല്ലാ മൂല്യങ്ങളെയും തകർത്തുകൊണ്ടുള്ള അപഹാസ്യമായ സമരമാണ് സാർ. ഇത് അപലപനീയമാണ്. എന്റെ ചോദ്യത്തിലേക്ക് വരാം. സ്ത്രീ സൗഹാർദ്ദ ടൂറിസം പദ്ധതിയുടെ ഒരു നയം തന്നെ ആവിഷ്കരിച്ച ടൂറിസം വകുപ്പ് മന്ത്രിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം അതിന്റെ ഭാഗമാകുന്നവർക്ക് പ്രത്യേക പരിശീലനം നൽകുന്നതോടൊപ്പം തൊഴിൽ പരിശീലനം നൽകുന്നതോടൊപ്പം ടൂറിസം ഹോസ്പിറ്റാലിറ്റിക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിശീലനം കൂടി നൽകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സർ, വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് സർ. അത് ടൂറിസം പരിശീലനം കൂടി നൽകുക എന്നുള്ളത്. കേരളം ഇതിനോടകം തന്നെ ആതിഥേയ മര്യാദയുടെ കാര്യത്തിൽ മുൻപിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. ആ നിലയിൽ സഞ്ചാരികളെ എങ്ങനെ സ്വീകരിക്കണമെന്ന്, അവർക്ക് എങ്ങനെ മികച്ച സഞ്ചാരാനുഭവം പ്രദാനം ചെയ്യണമെന്നും ടൂറിസം പരിശീലനത്തോടെ പകർന്ന് നൽകാൻ വേണ്ടി സാധിക്കും സർ. ആ കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ തന്നെ എടുത്തുകൊണ്ട് പരിശീലനത്തിൻ്റെ ചുവടുവെപ്പുകൾ സർക്കാർ വെച്ച് മുന്നോട്ട് പോവുകയാണ്.